രണ്ടാം പിണറായി സർക്കാരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ എപ്പോഴും ഒന്നാം സ്ഥാനത്താണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശ്രീ വി ശിവൻകുട്ടി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ നിർണയമില്ല. അദ്ദേഹം സംഖ്യ പറയുന്നതിലും കണക്ക് കൂട്ടുന്നതിലുമൊക്കെ അദ്ദേഹത്തിനുണ്ടാകുന്ന പിശകുകളൊക്കെ ധാരാളം ട്രോളുകൾ ഇതിനോടകം തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ തരത്തിലൊക്കെ അദ്ദേഹം പ്രത്യേകം ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ അറിയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ജാഗ്രത പുലർത്തിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് വിപരീത ഫലങ്ങളാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ആ തരത്തിൽ ജാതകദോഷമാണോ എന്തോ എന്നറിയില്ല. ആകെ കൂടെ ഒരു വൈരുദ്ധ്യം നിറഞ്ഞതായിട്ടുള്ള ഒരുപാട് സങ്കീർണതകൾ അടങ്ങിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ഓരോ ദിവസവും വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമാൻ വി ശിവൻകുട്ടി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം ഉയർത്തിവിട്ട ഒരു കടുത്ത വിവാദമാണ്. എറണാകുളത്തെ മട്ടാഞ്ചേരിയിലെ ഒരു സ്വകാര്യ ക്രൈസ്തവ മാനേജ്മെന്റ് ഉടമസ്ഥയുള്ള സ്കൂളിൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളും പൊതുസമൂഹവും ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മാനേജ്മെന്റ് നേരത്തെ തന്നെ എടുത്തിരിക്കുന്ന നിലപാട്, ആ സ്കൂള് ഒരു സ്വകാര്യ സ്കൂൾ ആണെങ്കിലും പ്രത്യേകമായി അവർക്ക് ചില നിബന്ധനകൾ ഭരണഘടനാപരമായി തന്നെ അവർ അവിടെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ പാലിച്ചു പോരുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ വിദ്യാർത്ഥിനികൾ യൂണിഫോം ധരിക്കണം എന്നുള്ളത്. അത് ആ സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു ചട്ടമാണ്, നിബന്ധനയാണ്. കേരളത്തിലെ ഏതാണ്ട് 90% സ്വകാര്യ സർക്കാർ സ്കൂളുകൾ പോലും സ്കൂൾ തലങ്ങളിൽ യൂണിഫോം എന്ന് പറയുന്നത് നാടാകെ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഓരോ സ്കൂളുകളുടെയും മാനേജ്മെന്റും PTA കൂടെ ചേർന്ന് സംയുക്തമായി എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഘടനയും രൂപവും നിറവും മറ്റുമൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ മട്ടാഞ്ചേരിയിലെ സ്കൂൾ നിരന്തരമായി ആ തരത്തിലുള്ള വർഷങ്ങളായി അങ്ങനെയുള്ള ചില അച്ചടക്ക നിബന്ധനകളോടുകൂടി പ്രവർത്തിക്കുന്ന സാമാന്യം ഭേദപ്പെട്ട കേന്ദ്ര സിലബസ് പിന്തുടരുന്നതായിട്ടുള്ള അറിയപ്പെടുന്ന നല്ലൊരു സ്കൂളാണ്. അതിനകത്തെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരൊക്കെ ഈ കന്യാസ്ത്രീകളാണ്. അപ്പോൾ അവര് സാധാരണയായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ വിദ്യാലയങ്ങളൊക്കെ നടത്തുന്നത് ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ചേരുന്ന ഒരു ടീമാണ്, അല്ലെങ്കിൽ ടീമുകളാണ്. അതൊക്കെ നല്ല മേൽനോട്ടത്തിൽ അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ അംഗീകാരമുള്ള, പ്രശസ്തിയുള്ള, നല്ല വിജയ ശതമാനമുള്ള സ്കൂളുകളാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഓരോ സ്കൂളുകളും ഈ നിബന്ധന കർശനമായി നിരന്തരമായി പാലിക്കുന്നുണ്ട്. അത് വർഷങ്ങളായി അതനുസരിച്ചാണ് അവിടെ വിദ്യാർത്ഥികൾ വന്ന് ചേരുന്നതും പഠിക്കുന്നതും രക്ഷകർത്താക്കൾ അതിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതൊക്കെ. എന്നാൽ ഇവിടെ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്, ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഹിജാബ് ധരിക്കണം എന്ന ഒരു നിർബന്ധം പിടിച്ചതിന്റെ ഫലമായി മാനേജ്മെന്റുമായി അല്ലെ സ്കൂളിലെ അധ്യാപകരെ പ്രധാന അധ്യാപികയുമായി ലേശം ആശയക്കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ ആശയ സംഘട്ടനത്തിലാണ്. ആ കുട്ടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കും അതിന്റെ മാതാപിതാക്കൾക്കും നന്നായിട്ട് അറിയാം അവിടെ യൂണിഫോം ഉണ്ട്, അതിനൊരു ഘടനയുണ്ട്, രൂപമുണ്ട്. അതനുസരിച്ചാണ് അവിടെ ജാതിമത ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥിനികളും പഠിക്കുന്നത്. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അതിന്റെ രക്ഷകർത്താക്കൾ ഈ കുട്ടിയെ അവിടെ ചേർത്തതും. ഈ കുട്ടി വർഷങ്ങളായി അവിടെ സാധാരണ രീതിയിൽ മറ്റു കുട്ടികളെ പോലെ അച്ചടക്കത്തോടുകൂടി ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ആ കുട്ടിക്കാണോ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കാണോ ഒരു പ്രേരണ ഉണ്ടായി, ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ മകളെ ഹിജാബ് ധരിക്കാനായിട്ട് അനുവദിക്കണം എന്ന നിർബന്ധം പിടിച്ചു. അങ്ങനെ വന്നപ്പോൾ ആ സ്കൂളിന്റെ അധികൃതർ എടുത്ത നിലപാട്, ഇവിടെ വർഷങ്ങളായി ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന ചില പൊതു അച്ചടക്ക നിയമങ്ങളുടെ, ചട്ടങ്ങളുടെയും ഭരണഘടന അനുശാസിക്കുന്ന വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു മതബോധനവും നടത്തുന്നില്ല എന്ന് മാനേജ്മെന്റ് ആവർത്തിച്ച് പറയുന്നു. എല്ലാ വിഭാഗങ്ങളിലും പെട്ട, എല്ലാ ജാതികളിലും എല്ലാ മതങ്ങളിലും പെട്ട വിദ്യാർത്ഥികൾ അവിടെ നൂറുകണക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി. അവിടെ നാളിതുവരെ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മാനേജ്മെന്റ് ആകെ അങ്കലാപ്പിലായി. അതിന്റെ ചുമതലക്കാരും നടത്തിപ്പുകാരും പ്രധാനാധ്യാപികമാരും എല്ലാവരും
അല്പം അങ്കലാപ്പിലായപ്പോഴും അവർ രക്ഷകർത്താക്കളെ വിളിച്ച് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ചു പറഞ്ഞു, ഇവിടുത്തെ നിബന്ധന അനുസരിച്ച് യൂണിഫോം ധരിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ സൂചിപ്പിക്കുന്ന വസ്ത്രധാരണം ഞങ്ങളുടെ നിബന്ധന അനുസരിച്ച് സാധ്യമല്ല. ആ കുട്ടിക്ക് ഇവിടെ എല്ലാ കുട്ടികളെ പോലുള്ള മറ്റ് അവകാശങ്ങളുണ്ട്. അത് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ആ തരത്തിലെല്ലാം അതിൻ്റെ പ്രധാന അധ്യാപികയും അധ്യാപകരും മാനേജ്മെന്റും രക്ഷകർത്താ പ്രതിനിധികളും ഉൾപ്പെടെ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളോട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ ഈ വിവാദം ഉണ്ടായി 2 ദിവസം കഴിഞ്ഞപ്പോൾ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ പ്രസിഡന്റും അവിടുത്തെ ആ പ്രദേശത്തെ MP ആയിട്ടുള്ള ശ്രീ ഹൈബി ഈഡനും അതുപോലെ അവിടുത്തെ അംഗീകാരമുള്ള ആ പ്രാദേശിക നേതാക്കളും ഒക്കെ ഈ കുട്ടിയുടെ രക്ഷിതാക്കളും സ്കൂൾ ഭാരവാഹികളുമായി ഒരു ചർച്ച നടത്തി ആ പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചു എന്ന ധാരണയാണ് പൊതുസമൂഹത്തിന് 2 ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയത്. അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിനിടയ്ക്കാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഒരു ഭീഷണിയുടെ സ്വരത്തിലൊക്കെ ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ സ്കൂൾ അധികൃതരൊന്നും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഉണ്ടാക്കി ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരണ്ട. സർക്കാരിനെ അങ്ങനെ ആരും ഭീഷണിപ്പെടുത്തിയാൽ അവർ ആ ഭീഷണിയുമായി മുന്നോട്ട് പോകാൻ അവരെ അനുവദിക്കുകയില്ല. സർക്കാരിനെ അങ്ങനെ ആ തരത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കൂളിനും മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന് അനവസരത്തിൽ ചില ഭീഷണിയുടെ സ്വരത്തിൽ ചില പ്രസ്താവനകൾ നടത്തി വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വന്നതോടുകൂടി പ്രശ്നം ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അതായത് തങ്ങളുടെ മകളെ സ്കൂളിന്റെ നിബന്ധനകൾ അനുസരിച്ച് അവിടെ തുടർന്ന് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ച രക്ഷകർത്താക്കൾ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് വേണ്ടി സാങ്കേതികമായി വിദ്യാഭ്യാസ മന്ത്രി അവിടുത്തെ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ഏതാണ്ട് ധാരണയായി എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് കൊടുത്തതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആയി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ആകെ ഒരു ദിശ തെറ്റിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി തന്റെ പ്രസ്താവനകൾ തിരുത്താതെ കൂടുതൽ ഈ മാനേജ്മെന്റിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഭീഷണിയുടെ സ്വരത്തിലുള്ള ചില പ്രസ്താവനകളും ഒക്കെയായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അധികാരത്തിന്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തനിക്ക് പ്രത്യേകമായി വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ രാജ്യത്തുള്ള സംസ്ഥാനത്തുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാൻ പൂർണ്ണ അധികാരം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം തെറ്റായി ധരിച്ചു വച്ചായിരിക്കുന്നു. ആ തരത്തിലുള്ള ഒരു പക്വതയില്ലാത്ത ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നതിനാണ് അതൊക്കെ സഹായിക്കുന്നത് എന്നത് ദുഃഖകരമായ ഒരു പരമാർത്ഥമാണ്. അത് ഒഴിവാക്കാനായി ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മന്ത്രിമാരെ പോലുള്ള ആളുകളാണ് പ്രവർത്തിക്കേണ്ടത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായ ഒരു സാഹചര്യം വരും. മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ സമയം കിട്ടുമോ എന്നറിയില്ല. അദ്ദേഹം ഇപ്പോൾ മാറി മാറി ഓരോ ദിവസവും ഓരോ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ്. അദ്ദേഹം 2 ദിവസം ബഹ്റിനിൽ, വീണ്ടും തിരുവനന്തപുരത്ത്, അത് കഴിഞ്ഞ് മസ്കറ്റിൽ, വീണ്ടും തിരുവനന്തപുരത്തെ, കോഴിക്കോട്ട്, പിന്നെ കുവൈറ്റിൽ, വീണ്ടും തിരുവനന്തപുരത്തെ, കോഴിക്കോട്ട്. അങ്ങനെയുള്ള ഒരു വലിയ മുൻപൊന്നും ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിലുള്ള ഓട്ട പ്രദക്ഷിണം ഇനിയും ഭരണം 6 മാസം മാത്രം ശേഷിച്ചിരിക്കെ അദ്ദേഹം ഗൾഫ് നാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പോകുന്നതെന്നോ, ഇത് കേരളത്തിന്റെ ഏതെങ്കിലും പ്രത്യേകമായ ആവശ്യമനുസരിച്ച് പോകുന്നതാണെന്നോ, മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം പോകുന്നതാണോ എന്നൊന്നും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ യാത്രയുടെ രഹസ്യങ്ങളൊക്കെ പുറത്തു പോലും പറയാതെ മാധ്യമങ്ങൾക്ക് പോലും ലഭ്യമാക്കാതെയാണ് പോകുന്നത്. ആകെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സൗദി സന്ദർശനം മാത്രം കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ അവിടെ ക്ഷണിച്ചത് അവിടുത്തെ പലസ്തീൻ വിമോചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില സംഘടനകൾ നടത്തുന്ന പരിപാടികൾക്കായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സൗദി സന്ദർശനം അദ്ദേഹത്തെ നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ആധികാരികമായ പത്രക്കുറിപ്പുകളോ ഒന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇപ്പൊ സംസ്ഥാനത്തെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ സമയമില്ല. അദ്ദേഹം വലിയ തിരക്കിലാണ്. കാരണം ഇനിയും 6 മാസത്തിനകം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലകൾ തോറും ജനകീയ സദസ്സുകൾ നടത്തണം. കോടികൾ മുടക്കി അദ്ദേഹം PR വർക്കിനുള്ള ടീമിനെ തയ്യാറാക്കുന്നു. PRDക്ക് ഏതാണ്ട് അഡ്വാൻസായി തന്നെ 10 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വീടുകളും സന്ദർശിച്ച്
വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് 10 കൊല്ലം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ചെയ്ത വൻപിച്ച വികസന പുരോഗമന നടപടികളെ കുറിച്ചൊക്കെ വീടുകൾ തോറും ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനായി ഒരു ടീമുകളെ ഉണ്ടാക്കുന്നതാണ് അവർക്കുള്ള പ്രതിഫലം. അതിനുള്ള ചെലവെല്ലാം ഇപ്പോൾ തന്നെ ബജറ്റിൽ കൊള്ളിക്കാതെയും ഒക്കെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ധനസ്ഥിതിയെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ എല്ലാം കൂടെ തൂത്തുവാരിയിട്ട് പോകാമെന്നുള്ളതാണോ എന്നറിയില്ല. ഏതായാലും ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്വരത്തിലൊക്കെ മാറ്റം വരുത്തണം. സമാധാനമായി നിലനിൽക്കുന്ന അന്തരീക്ഷങ്ങൾ സ്കൂളുകളിൽ തുടരാൻ അനുവദിക്കണം. വർഗീയ വിദ്വേഷത്തിന് ഇടം കൊടുക്കുന്ന ഒരു പ്രസ്താവനകൾ ആരും തന്നെ, അത് സ്കൂൾ മാനേജ്മെന്റോ അധികൃതരോ സർക്കാരോ രാഷ്ട്രീയക്കാരോ നടത്താൻ പാടില്ല. സ്കൂളുകളെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം. ബഹുമാനപ്പെട്ട കോടതികൾ പോലും നേരത്തെ പല വിധികളിലൂടെ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ അധികൃതരുടെ തീരുമാനങ്ങളാണ്, അതിനെ മാനിക്കണം. അതിന് സമ്മതമുള്ള ആളുകൾ മാത്രം അവിടെ ചേർന്ന് പഠിച്ചാൽ മതി. ചേർന്നതിന് ശേഷം അവർക്ക് പ്രത്യേക അവകാശങ്ങൾ വേണം എന്നൊന്നും പറയാൻ സാധ്യമല്ല എന്ന് കോടതികൾ തന്നെ പലവട്ടം നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണക്കെടുത്തിക്കൊണ്ട് ഈ സ്കൂൾ മാനേജ്മെന്റുകളെ വരുതിക്ക് നിർത്താൻ രാഷ്ട്രീയമായോ അല്ലാതെയോ ഭരണപരമായോ ഭീഷണിപ്പെടുത്താൻ ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രി ഇനിയും മുതിരാതിരിക്കുന്നതാണ് അദ്ദേഹത്തിനും നല്ലത്, കേരളത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിനും നല്ലത് എന്നാണ് ഈ സമയം പറയാനായിട്ടുള്ളത്.